സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ഘടന അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഉയർന്ന തീരുവ കള്ളക്കടത്ത് വർദ്ധിപ്പിച്ചതായി പാർലമെന്റിൽ കേന്ദ്രം വ്യക്തമാക്കി. സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതിനു പിന്നാലെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടിയിരുന്നു. കേന്ദ്രത്തിന്റെ ഈ തീരുമാനം തിരിച്ചടിയായെന്നാണ് കണക്കുകൾ പറയുന്നത്. 6% നിന്ന് 15% തീരുവ കൂട്ടിയത്. മെയ് 13 മുതൽ ജൂൺ 30 വരെയുള്ള 48 ദിവസത്തിനിടെ മാത്രം 106 കിലോഗ്രാം കള്ളക്കടത്ത് സ്വർണമാണ് പിടിച്ചെടുത്തത്. ഇക്കാര്യം കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ അറിയിച്ചു. സ്വർണ്ണ വെള്ളി വ്യാപാരത്തെയും തീരുവ ഉയർത്തിയത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിനൊപ്പം വെള്ളിക്കടത്തും വർദ്ധിച്ചു. ഉയർന്ന ഇറക്കുമതി തീരുവ അന്താരാഷ്ട്ര വിപണിയും ആഭ്യന്തര വിപണിയും തമ്മിലുള്ള വിലവ്യത്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അനധികൃത ഇറക്കുമതി കൂടുതൽ ലാഭകരമാക്കിയെന്നും കണക്കിൽ പറയുന്നു. മെയ് 13 മുതൽ ജൂൺ 30 വരെയുള്ള 7 ആഴ്ചകളിൽ പിടിച്ചെടുത്ത വെള്ളിയുടെ അളവിൽ 10 ഇരട്ടിയിലേറെ വർധനവും സ്വർണത്തിൽ 186% വർധനവും ഉണ്ടായി. തീരുവ ഇനിയും കുറച്ചാൽ സ്വർണ്ണവില 1 ലക്ഷത്തിനും താഴെ എത്തുമോ എന്നാണ് കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.